ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സിനെ കോളടിച്ചിരിക്കുക $6000 ഒരു പുതിയ കരാറാണ് അവർക്ക് ലഭിച്ചത്. ഭൂമിക്ക് ചുറ്റും കഴിഞ്ഞ 26 വർഷത്തോളമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഭൂമിയിലേക്ക് ഡിഓർബിറ്റ് ചെയ്യുക എന്നാണ് അവരുടെ പുതിയ ലക്ഷ്യം. ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് എന്ന പുതിയ പേടകം നിർമ്മിക്കുകയാണ് അവരുടെ ചുമതല. 1998 വിക്ഷേപിച്ച് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ട് ലോകത്തിലെ പല ശാസ്ത്രകാരന്മാർ പല പരീക്ഷണങ്ങൾ നടത്തിയ ISS 2030 ഡീകമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. കാലഹരണപ്പെട്ട പല ഉപകരണങ്ങളും ഇപ്പോഴും കാര്യക്ഷമമായതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഡീകമ്മീഷൻ ചെയ്തതിന് പല വഴികളും നാസ ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഫലപ്രദം എന്ന് തോന്നിയത് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള അതിന്റെ ഭ്രമണപഥത്തെ തിരിച്ച് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ എത്തിക്കുകയും അതിന്റെ ഫലമായി എല്ലാ സ്പേസ് ക്രാഫ്റ്റിന്റെയും ഗ്രേവ്യാർഡ് എന്നറിയപ്പെടുന്ന മനുഷ്യവാസ സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 27,000 കിലോമീറ്റർ ദൂരെയുള്ള ഈ ഒരു പ്രദേശത്തിലേക്ക് എത്തിച്ച് നശിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടി 2030 സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിക്കുകയാണ് സ്പേസ് എക്സിന്റെ